ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കാലത്തെ ഇവിടെ സൂപ്പർ മഴയാണ്. ഇന്ന് പിന്നെ ശനി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ പിള്ളേർക്കൊക്കെ പോകണം ട്യൂഷന്. അവർ രണ്ടുപേരും ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ടെറസിലൊക്കെ വരാം, ടെറസ് കയറി എന്താ എങ്ങനെയാണെന്നൊന്ന് നോക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. അപ്പോഴത്തേക്കും മഴ തുടങ്ങി. പിന്നെ പറയണ്ട, പുതിയ കുറച്ച് അപ്ഡേറ്റ് ഉണ്ട്. ഞങ്ങൾ ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്തു. കുറച്ച് പണി നമ്മുടെ ടാങ്ക് വെക്കേണ്ട സ്റ്റാൻഡിൽ നമ്മൾ ടാങ്കൊക്കെ സെറ്റ് ചെയ്തു. ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തു. പിന്നെ ഒരു പൈപ്പ് കണക്ഷനൊക്കെ കൊടുത്തു. ഒരു ദിവസത്തെ പണി ചെയ്തോളൂ. പിന്നെ പുറത്തേക്ക് വെള്ളം പോണ ഓവ് അത് അടച്ചു. പിന്നെ ഇവിടത്തേക്ക് ആവശ്യമുള്ള പൈപ്പ് വാങ്ങിച്ചു. പിന്നെ ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ ഏവിയറിക്കകത്തൊരു ചെറിയൊരു പാർട്ടീഷൻ എനിക്ക് ചെയ്യണമെന്ന്. അത് ഞങ്ങൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മൂന്നുപേരും കൂടി കുറച്ച് പണി ചെയ്തു. പൈപ്പ് വാങ്ങിച്ചത് തികഞ്ഞില്ല. ഒരു 10 പൈപ്പൊക്കെ വാങ്ങിച്ചത് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഒന്നും ആയില്ല. ഇനി ഒരു 2-3 കൂടി വേണ്ടി വരും. ഞങ്ങൾ ആദ്യം പകുതി വരെ ഇതുവരെ മതി, ഈ കെട്ടിൻ്റെ ഈ ഭാഗം വരെ മതി എന്നാണ് വിചാരിച്ചത് ഞാൻ. അതേപോലെ ഈ സൈഡ് ഫുൾ എടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ നിന്ന് ഇതുവരെ എടുത്ത് ഈ കെട്ട് തൊട്ട് ചെയ്യാമെന്ന്. പക്ഷെ അത് മാറ്റിയിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ഗേറ്റ് വരെ ആ ഭാഗത്തെല്ലാം ചെറിയ ആ പോർഷൻ കുറച്ച് കുറവാണ്. അപ്പോൾ ഈ ഡോറ് തുറക്കുന്ന ഇവിടം തൊട്ട് നേരെ പകുതി അങ്ങ് വരെ. അപ്പോൾ അവിടെ ഈ സ്റ്റാൻഡ് ഉള്ളപ്പോൾ നമുക്ക് കേജ് അവരുടെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സൊക്കെ വെക്കാൻ ഈ ഭാഗം യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെ അത് ചെയ്യാം. പിന്നെ ഈ ഭാഗം ഡോറായിട്ട് എടുത്ത് കുട്ടി ഡോറ് കുനിഞ്ഞ് കയറണം, ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് മുകളിലത്തെ ആ കമ്പി അതിൽ ജോയിൻ ചെയ്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി ജോയിൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നിട്ട് ഇവിടെ നെറ്റ് വരും, ഫുള്ള് കവർ ചെയ്ത് നെറ്റ് വരുമ്പോഴത്തേക്ക് സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വിചാരിക്കും ആഫ്രിക്കൻ ലവ് ബേഡ്സ്, കോക്കറ്റേൽ, ആ ടൈപ്പ് ബേഡ്സിനൊക്കെ ഇതിൻ്റെ അകത്തിടാം. അതാകുമ്പോഴത്തേക്ക് ഇവിടെ എൻ്റെ ചെടികളും ചെറിയ കുറച്ച് വെജിറ്റബിൾ പ്ലാന്റ്സൊക്കെ നടുന്നതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവത്തില്ലല്ലോ. അങ്ങനെയാണ് ഈ പാർട്ടീഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഈ നെറ്റൊന്നും ആക്ച്വലി തികയത്തില്ല, ഇനി കുറച്ചും കൂടി വാങ്ങിക്കണം. ഇത്രയും ചെയ്തിട്ട് ബാക്കി എത്ര വേണമെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇനി ഇപ്പം ഇത്രയും പണിയിൽ നിർത്തി. ഇനി ഒരാഴ്ച കഴിയണം. ഒരാഴ്ച കഴിഞ്ഞ് ഹസ്ബൻഡ് തിരിച്ചു വരുള്ളൂ. ഹസ്ബൻഡ് തിരിച്ചു വന്നിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും ഇത്രയും ചെയ്ത് നിർത്തി. വീണ്ടും 1 മാസം പിടിക്കുമായിരിക്കും ഇവിടെയൊക്കെ ഒന്ന് സെറ്റായി വരാൻ. 2 തട്ട ഇത് പക്ഷേ ചിലവാണ്. ഇതെനിക്ക് നേരത്തെ തോന്നിയിരുന്നെങ്കിൽ ആദ്യം ഈ പണി ചെയ്ത സമയത്ത് തന്നെ ഇതേപോലെ ഒരു പാർട്ടീഷൻ ചെയ്യണമെന്ന് ചോദിച്ചു തന്നെ എൻ്റെ അടുത്ത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പം വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പൈപ്പുകളെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു, പൈപ്പും നെറ്റും എല്ലാം കൂടി എനിക്ക് തോന്നുന്നു 8-10 രൂപയ്ക്കകത്തായെന്നാണ് തോന്നുന്നത്. പിന്നീട് കണക്കൊക്കെ ഒന്ന് നോക്കണം. മറ്റേത് ചെയ്താൽ അവരെ കൊണ്ട് ചെയ്യിച്ചാൽ കുറച്ച് നീറ്റായിട്ട് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കൈ വെച്ചുകൊണ്ട് എങ്ങനെ ആവുമെന്നറിയില്ല. എന്തായാലും നോക്കാം. ചെയ്ത് വരുമ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏവിയറിക്കകത്ത്, ടെറസ് ഏവിയറിക്കകത്ത് ഒരു ഏവിയറി. നിങ്ങളിപ്പോഴും കൂട്ടി തന്നെ. ഇനി എന്നെ പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറച്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ കോഴിക്കോട് അതൊന്ന് ജസ്റ്റ് പെയിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മഴയൊന്നും തന്നെയില്ല, പിന്നെ അത്രയ്ക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മാത്രം കോഴികളൊന്നും ഇതില്ല. അതിലും ക്ലീനിങ് പരിപാടികളുണ്ട്. തുടയ്ക്കലും തറ പെയിൻറ്റിങ്ങും നടന്നിട്ടില്ല. എന്തായാലും 1-2 ദിവസത്തെ പണി ഇവിടെ ഇനി ഉണ്ട്. അതെന്തായാലും കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കുറേശ്ശെ ചെയ്യാം, എല്ലാം നടക്കും. ഇത്രയും നടന്നില്ലേ. അപ്പം ബാക്കി എന്തെങ്കിലും അപ്ഡേറ്റ് വരുമ്പോൾ അറിയിക്കാം. അതുവരെ ബൈ.